പീരുമേട് നിയോജകമണ്ഡലത്തിൽ മുഴുവനായി നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നന്മകളുള്ള ഒരു രാഷ്ട്രം നമുക്ക് ജനക്ഷേമ രാഷ്ട്രം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ കടന്നു വന്നാലോ? നമ്മുടെ ഏന്തിയാറ്റിൽ നിന്ന് അല്ലെങ്കിൽ മുക്കളത്ത് നിന്ന് പീരുമേട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആം ആദ്മി പാർട്ടിയുടെ ജോസഫ് മത്സരിക്കുകയാണ്. നമ്മുടെ മുക്കളംകാരനായ ഏന്തിയാറുകാരനായ ജോസഫിന് എല്ലാ വിജയ ആശംസകളും നമ്മൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്ഥാനാർത്ഥി പര്യടനത്തിലാണ്. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ രാഷ്ട്രീയമായ ഇന്ത്യയിലെ ആം ആദ്മി പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി പീരുമേട് നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയാണ്. ആം ആദ്മി എന്നാൽ അർത്ഥം സാധാരണക്കാരൻ എന്നാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർ നടന്നു പോകുന്ന റോഡുകൾ, അവരുടെയൊക്കെ സുരക്ഷിതമായ വീടുകൾ, അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന പാലങ്ങൾ, ഇതൊന്നും ചെയ്തു തീർക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾ പീരുമേട് നിയോജകമണ്ഡലത്തിൽ മുഴുവനായി നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നന്മകളുള്ള ഒരു രാഷ്ട്രം നമുക്ക് ജനക്ഷേമ രാഷ്ട്രം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ആം ആദ്മി പാർട്ടിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പീരുമേട് നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയാണ്. തീർച്ചയായും മുല്ലപ്പെരിയാർ വിഷയം വലിയൊരു ദുരന്തമായി അവശേഷിക്കുന്നു. അതുപോലെ തന്നെ തോട്ടം മേഖലയിലെ വിഷയങ്ങൾ കിടക്കുന്നു, കർഷകരുടെ വിഷയങ്ങൾ കിടക്കുന്നു, അതുപോലെ തന്നെ വന്യജീവികളുടെ വിഷയങ്ങൾ കിടക്കുന്നു, അങ്ങനെ ഒട്ടനവധി കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ കിടക്കുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങൾക്ക് നടുവിലാണ് പീരുമേട് നിയോജകമണ്ഡലം പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 140 നിയോജകമണ്ഡലങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോജകമണ്ഡലമാണ് പീരുമേട് നിയോജകമണ്ഡലം. അതിനെ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും. തീർച്ചയായും യുവതീ-യുവാക്കൾക്ക് അനേകം തൊഴിലവസരങ്ങൾ നമുക്കിവിടെ സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത്ര സമ്പൽസമൃദ്ധമായ പീരുമേട് മണ്ഡലത്തെ ഏറ്റവും നന്മയുള്ളതാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടുകൾ ചോദിക്കുന്ന തിരക്കിലാണ്. നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ചൂൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും നമ്മുടെ ബാലറ്റ് യൂണിറ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ പേരിനോട് ചേർന്ന് ചൂൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.